ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഷേപ്പുള്ളൊരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു പെയിൻറ്റ് മിക്സ് ചെയ്തത്. അപ്പോൾ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലേക്കൊന്ന് അടിച്ചു കൊടുത്തതാണ്. പക്ഷേ നല്ലൊരു കവറേജ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു കോട്ട് അടിച്ച് കുറച്ചും കൂടെ ഒന്ന് പെയിൻറ്റ് ബാക്കിയുണ്ടെന്ന് അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പഴയ മുത്തുമാല വെച്ചിട്ടൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് പെയിൻറ്റ് ബാക്കി വന്നതായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബേസ് കോട്ട് യെല്ലോ കളറായിരുന്നു അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് നമ്മളെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് ന്യൂസ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്നുമല്ല, ചെറുപറ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് നമ്മൾ അതൊന്ന് ജസ്റ്റ് കോഫി പൗഡർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി കോഫി പൗഡർ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളത് ആ ഒരു പേപ്പറിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു കളർ വരും. ഞാൻ ആ പേപ്പർ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു പീസ് ജൂട്ട് ത്രെഡ് എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതൊന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നമ്മളെ ഗ്രീൻ ടേപ്പ് ഇല്ലേ, അപ്പോൾ അതും എടുത്തിട്ട് ഇതിലൊന്നിങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്റ്റെമ്മ് പോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതായത് ഒരു 3-4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനീ ഒരു ബോട്ടിലേക്ക് നമ്മൾ ആ ഒരു നേരത്തെ കോഫി ഡേ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറില്ലേ, നന്നായിട്ടൊന്ന് ഡ്രൈ ആയ സമയത്ത് ഫെവിക്കോൾ വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ആ ഒരു സൈഡിലൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 4 സൈഡിലൊന്നും ഇങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ആ ഒരു ബ്രൗൺ കളർ ഭയങ്കര ഒരു കൂടുതലാണ്, അതിലേക്ക് അങ്ങ് ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്ന പോലെ. പിന്നെ ഞാൻ അതിൻ്റെ ഒരു സൈഡിലും പിന്നെ കുറച്ച് ആ നടുക്ക് ഭാഗത്തും എല്ലാ ഭാഗത്തും അങ്ങനെ കുറേശ്ശായിട്ടൊന്നിങ്ങനെ ആ ഒരു വൈറ്റ് കളറൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെയ്ത് വന്ന സമയത്ത് പിന്നെ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു മേലെ ഭാഗത്തും ഒന്ന് ഏകദേശം ഒരു ആ ഫ്രണ്ട് സൈഡിലൊന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ചെറിയൊരു ഡാർക്ക് കളറായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറിൽ, പക്ഷെ നല്ല ഡാർക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്താലിങ്ങനെ അതിൻ്റെ അകത്തൂടെ കാണിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്നിങ്ങനെ വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് കളറൊന്നിങ്ങനെ ഫെയ്ഡാക്കി കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ പീസസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ ആ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പേപ്പറിൻ്റെ മേലെ ഭാഗത്ത് നമ്മളിതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്നിങ്ങനെ ചെറിയ പീസായിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു സ്റ്റെമ്മ് പോലെ ഒന്നിങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ഡേറ്റ്സിൻ്റെ സീഡാണ് എടുത്തത്. അപ്പോൾ ഇത് ഒരു പ്രത്യേക ഒരു ഷേപ്പിലുള്ള ഡേറ്റ്സിൻ്റെ സീഡാണ്. നല്ലൊരു ഉരുണ്ടിരിക്കുന്നതാണ്. കുറച്ച് സൈസൊക്കെ ചെറുതായിട്ട് നല്ലൊരു ഉരുണ്ട് നല്ലൊരു ഭംഗിയുള്ളൊരു ടൈപ്പാണ്. നമ്മൾ സാധാരണ ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് നീളത്തുള്ളൊരു ടൈപ്പാണല്ലോ. അപ്പോൾ ഇത് വേറെ ഏതെങ്കിലും ഒരു വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞ് റൗണ്ടായിട്ടിരിക്കുന്ന ടൈപ്പ്, ഒരു ഉരുണ്ടിരിക്കുന്ന ടൈപ്പ് സീഡ്സ് ആയിരുന്നു. നമ്മൾ ഈ ബ്ലാക്ക് ഗ്രേപ്സ് ഒക്കെ ഉണ്ടാവില്ലേ, കുറച്ച് നല്ലൊരു പ്രത്യേക ഒരു ഷേപ്പല്ലേ, ഒരു കുരു ഇല്ലാത്ത ടൈപ്പ്, അതുപോലെയൊക്കെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ഷേപ്പ് ഇട്ടു. അപ്പോൾ അങ്ങനെയാണ് ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റെമ്മിലേക്ക് ഇതിങ്ങനെ ഒരു ബണ്ടിൽ പോലെ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഉരുണ്ട ടൈപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മളെ കയ്യിലുണ്ടാകുന്ന ഡേറ്റ്സിൻ്റെ സീഡിൽ വെച്ചിട്ട് കുറച്ച് ചെറിയ ടൈപ്പ് ഉണ്ടാവുമല്ലോ, കുറച്ച് നീളം കുറഞ്ഞത്, അപ്പോൾ അങ്ങനെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന് പകരം വേറെ ഏതെങ്കിലും സീഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ ഒരു ഷേപ്പിലൊക്കെ ഉള്ളത്, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്താലും മതിയേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഏകദേശം ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരുപാട് ഇങ്ങനെ നല്ല അങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കുന്ന രീതിയിൽ നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാനിതിന് ഒരു പർപ്പിൾ കളർ പെയിൻറ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കളർ പെയിൻറ്റ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ട് നല്ല പ്രത്യേക ഒരു കളറാണ് വന്നിട്ടുള്ളത്. ആ ഒരു യെല്ലോയിലേക്ക് ആ ഒരു കളറ് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്, നല്ലൊരു ഭംഗി വന്നിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു കളർ മാത്രമാകുമ്പം ഒരു ഭയങ്കര ഒരു അട്രാക്ഷന്, അങ്ങനെ ഒരു സാധാ ഒരു ബോട്ടിലിൻ്റെ ഒരു ലുക്ക് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ട, കുറച്ചൊരു നമ്മൾ സാധാരണ ഒരു ഗ്രേപ്സിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കളറാണല്ലോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ ഒരു കളർ മാത്രമായിട്ട് ചെയ്യേണ്ട, ചെറിയൊരു മാറ്റമൊക്കെ വരുത്താമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ലൈറ്റ് പിങ്ക്, പിന്നെ അതുപോലെ കുറച്ച് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തു, വയലറ്റ് വെച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ബണ്ടിൽസിന് ഓരോ കളറായിട്ട് അങ്ങനെ ചെയ്തെടുത്തപ്പോൾ കുറച്ചുകൂടി എനിക്കൊരു ഭംഗി തോന്നി കേട്ടോ.
കുറച്ച് പിങ്കും കുറച്ച് വയലറ്റ്, പിന്നെ ചിലത് ഈ ഒരു നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു കളർ തന്നെ, ഒരു മെറൂൺ കളറായിരുന്നല്ലോ ആ ഒരു കളറ്. അപ്പോൾ അങ്ങനെ ഒരു പല കളറായിട്ട് ഒരു ആൻറ്റിക് ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് പല ഷെയ്ഡായിട്ടൊന്നും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പല കളറ് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം അതിൽ ഭംഗി വന്നോ അല്ല ഭംഗി പോയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറഞ്ഞാൽ. കാരണം ആദ്യം ഞാൻ കുറച്ച് മാത്രം പിങ്ക് കൊടുത്ത് അത് മതിയെന്ന് വിചാരിച്ചു, പിന്നെ കുറച്ചുകൂടെ ബ്ലൂ കൊടുത്തു, അങ്ങനെ കൊടുത്ത് വന്നപ്പോൾ പല കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പിങ്ക് ആദ്യം കൊടുത്തിട്ടുള്ള ഒരു പർപ്പിൾ കളർ തന്നെ മതിയായിരുന്നോ, അല്ലെങ്കിൽ ഇതുപോലെ പല കളറ് കൊടുത്തപ്പോൾ ഭംഗി വന്നോ, അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷനായി, ആദ്യത്തെ കളറായിരുന്നോ നല്ലത് ഈ ഒരു കളറായിരുന്നോ എന്നുള്ളത്. ഏതായാലും ഞാൻ അങ്ങനെ ആ ഒരു സെയിം പല കളറിലാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റെമ്മിനൊക്കെ ഗ്രീൻ കളറൊന്ന് സാപ്പ് ഗ്രീനില്ല ആ ഒരു കളർ വെച്ചിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ അതുപോലെ നമ്മൾ ആ ഒരു ഡേറ്റ്സിൻ്റെ സീഡിൻ്റെ താഴെ ഭാഗത്ത് ഒരു പൂവിൻ്റെ ഇതിനൊക്കെ ഒരു ഞെട്ടി ഉണ്ടാവില്ല, അപ്പോൾ അതുപോലെ കിട്ടാനായിട്ട് കുറച്ചിങ്ങനെ ഗ്രീൻ കളറൊന്ന് ആ ഒരു ഡേറ്റ്സിൻ്റെ സൈഡിൻ്റെ താഴെ ഭാഗത്തൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ 1-2 ലീവ്സ് പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ 1 സ്ട്രോക്ക് ആയിട്ടൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കൂടെ ചെയ്തപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ ആ ഒരു താഴെ ഭാഗത്തും കിട്ടി കേട്ടോ. പിന്നെ നമ്മൾ ആ കുറച്ച് ഗ്രീൻ കളർ ആ ഒരു സ്പോഞ്ചിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബോട്ടിലെ നെക്കിൻ്റെ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഡാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ പെയിൻറ്റ് ചെയ്തിട്ട് ഒരു മെറ്റലിൻ്റെ ഒരു കവറിങ് ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളൊരു കോട്ട് പെയിൻറ്റ് ചെയ്തിട്ട് അതിങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ത്രെഡൊക്കെ ചുറ്റി കൊടുക്കണം. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കളർ തന്നെ കൊടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു ഗ്രീൻ കളർ കൊടുത്തു. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആ ഒരു പർപ്പിൾ കളർ വെച്ചിട്ട് ചെറിയൊരു റിങ് പോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗത്തും ആ ഒരു കളർ കൊടുത്തു കേട്ടോ. അത് കൊടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിട്ടുണ്ടെന്ന്. ആ ഒരു യെല്ലോയിലേക്ക് ആ ഒരു കളർ നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്രയും കൂടെ ചെയ്ത് കൊടുത്ത് നമ്മൾ ആ ഒരു ബോട്ടിലൊന്ന് ഏകദേശം ഒന്നൊരു ലുക്കാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നോക്കിയ സമയത്ത് ആ ഒരു സ്റ്റെം ഒട്ടിച്ചത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് ആ ഒരു താഴെ ഭാഗത്തൊക്കെ. അപ്പോൾ അവിടെ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്നിങ്ങനെ ഒന്ന് ഹൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു വൈറ്റ് കളർ ലേസ് ഉണ്ടായിരുന്നുണ്ട്, അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കിയേ. അപ്പോൾ അത് കുറച്ച് വീതിയുള്ള ടൈപ്പ് ലേസായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഡിസൈൻ ചെയ്തതും എല്ലാം അങ്ങ് കവർ ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു പകുതി ഭാഗം ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് ഡിസൈനാണ്, അപ്പോൾ അതൊന്നും ഇങ്ങനെ പകുതി ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീതി ഒന്ന് കുറച്ചു, എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു സ്റ്റെമ്മിൻ്റെ ആ ഭാഗം ഇങ്ങനെ മറയും ചെയ്യും, എന്നാൽ ബാക്കി ആ ലീഫ് നമ്മൾ വരച്ചതൊന്നും മറയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലൊന്നിങ്ങനെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമ്മളൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒരു എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ആ ഒരു ബോട്ടിലിന് കുറച്ചുകൂടി ഒന്ന് ലുക്ക് വരുത്തിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് സാറ്റിൻ്റെ റിബൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജൂട്ടിൻ്റെ ത്രെഡ് ഒട്ടിച്ചു കൊടുത്താൽ ചുറ്റി കൊടുത്താൽ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലേസും കൂടെ ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഗും തന്നെ വന്നിട്ടുണ്ട് അല്ലേ. ഒരു ലൈറ്റ് കളറ് ബാക്ക്ഗ്രൗണ്ട്, പിന്നെ അതിലേക്ക് കുറച്ച് നല്ല ഡാർക്കായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് പോലെ, പിന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ലേസൊക്കെ ആയിട്ട് നല്ലൊരു ഗൗണൊക്കെ ഇട്ട ഒരു സുന്ദരി ഒരു കുപ്പി പോലെ ഉണ്ടല്ലേ, നല്ലൊരു ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ ഇതുപോലെ ഒരുപാട് സീഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാട് ബോട്ടിലാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.